സാറിൻ്റെ ആദ്യ സാലറിയും ഏറ്റവും അവസാനം സർവീസിൻ്റെ അവസാന കാലഘട്ടത്തിൽ സാറ് വാങ്ങിയ സാലറി എത്രയാണെന്നുള്ളത്. അയ്യോ കട്ടിയില്ലേ. ഈ ഇരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഹായ്, സൈലം SSCയുടെ മറ്റൊരു ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. SSCക്ക് കീഴിൽ വരുന്ന CGL പോസ്റ്റുകൾ അത് ആസ്പയർ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു പരീക്ഷ 1985 തന്നെ, അല്ലെങ്കിൽ 85 പ്രിപ്പറേഷൻ തുടങ്ങി 86 ക്രാക്ക് ചെയ്ത് പിന്നീടുള്ള 35ഓളം വർഷം കേന്ദ്ര സർക്കാർ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് CGL പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോൾ മറ്റാരുമല്ല, പ്രകാശ് സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ചോദിച്ചറിയാം അല്ലേ. ഇപ്പോൾ സാർ ആദ്യമായിട്ട് സാർ ഏത് വർഷമായിരുന്നു റിട്ടയർ ആയിട്ടുണ്ടായിരുന്നത്? ഏത് പോസ്റ്റിൽ നിന്നായിരുന്നു, ഏത് ഓഫീസിൽ നിന്നായിരുന്നു റിട്ടയർ ആയിട്ടുണ്ടായിരുന്നത്? ഞാൻ 2021 റിട്ടയർ ചെയ്തത്. CAGയുടെ കീഴിലുള്ള AGS ഓഫീസിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഏത് ഡെസിഗ്നേഷൻ എന്തായിരുന്നു? ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ഡെസിഗ്നേഷൻ അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ CGL പോസ്റ്റ് തന്നെയാണ്, സീനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടാണെന്ത് തൊട്ടടുത്ത സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് എത്തുന്നത്. സൂപ്പർവൈസർ, അതെ, അസിസ്റ്റന്റ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തുന്നത്. ഫോർ യുവർ ഇൻഫർമേഷൻ. യെസ്. അപ്പോൾ ഏത് വർഷമായിരുന്നു സാറ് CGL അല്ലെങ്കിൽ SSC പരീക്ഷ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തെ ശ്രമമൊക്കെ എപ്പോഴായിരുന്നു? 1982 ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ആദ്യമായി ഞാൻ SSC പരീക്ഷ എഴുതി. അതിന് രണ്ട് തലത്തിലായിരുന്നു പരീക്ഷ. ഒന്ന് റിട്ടേൺ എക്സാം, പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റും. ഓക്കെ. ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാത്തതുകൊണ്ട് എനിക്കന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത് സ്റ്റാറ്റുറേഷൻ കമ്മീഷൻ 85 ഒരു പരീക്ഷ നടത്തിയപ്പോൾ ഓക്കെ അത് ക്ലിയർ ചെയ്തു. ടൈപ്പിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്തു. 86 സെപ്റ്റംബർ മാസം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. തിരുവനന്തപുരം AGS ഓഫീസിലാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ശ്രമത്തിൽ ക്ലിയർ ചെയ്തിട്ടില്ല. 82 സാറ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, അറ്റംപ്റ്റ് തുടങ്ങിയത്. തുടർന്നുള്ള 3 വർഷം ശ്രമിക്കുകയും ആ 3 വർഷത്തിന് ശേഷമാണ് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു പരീക്ഷയെ കുറിച്ചിട്ട് എങ്ങനെയായിരുന്നു അറിഞ്ഞിട്ടുള്ളത്? ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അറിയാം, അല്ലെങ്കിൽ നമ്മളെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ പല രീതിയിൽ ഇൻ്റർനെറ്റ് ത്രൂ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും എക്സാംസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ അറിയാൻ പറ്റും. അന്നത്തെ കാലത്ത് ഇതൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഉള്ളൂ നമുക്ക് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു എക്സാമിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന യാതൊരുവിധ സൗകര്യങ്ങളും അന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിരുന്നില്ല. അതെ, വളരെ പത്രം പോലും വാങ്ങിക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ചിലപ്പോൾ അന്ന് ഉണ്ടാവില്ല. എന്നാലും പത്രങ്ങളിൽ കൂടി തന്നെയായിരുന്നു അന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നത്. എല്ലാ വർഷവും കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ 7000 വേക്കൻസികൾ ഉണ്ടാവുമെന്ന് പത്രത്തിൽ അറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പരീക്ഷ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞതിൻ്റെ ശേഷം പ്രിപ്പറേഷന് വേണ്ടി സാർ എന്തെല്ലാം മെറ്റീരിയലാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? പ്രിപ്പറേഷന് വേണ്ടി കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ എന്നൊരു മാഗസിൻ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പഴയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തു ഉത്തരങ്ങൾ കണ്ടെത്തി എനിക്ക് തോന്നുന്നു പ്രിപ്പയർ ചെയ്യാറുണ്ട്. കോമ്പറ്റീഷൻ സക്സസ് റിവ്യൂ, പത്രങ്ങളിലെ വാർത്തകൾ, അതൊക്കെ എന്നെ പരമാവധി സഹായിച്ചിട്ടുണ്ട്. ആ ഒരു മാഗസിൻ എനിക്ക് തോന്നുന്നു സാർ ഇപ്പോഴും അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്ന് തോന്നുന്നു. കുറേ ആസ്പിരൻസ് ഇന്നത്തെ കാലത്തും ഉപയോഗിക്കുന്ന ഒരു ബുക്ക് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് റിസോഴ്സസ് ഒത്തിരി ഉണ്ട്, ഓൺലൈൻ അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ആയിട്ട് ഒത്തിരി ബുക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് പഠിക്കാനായിട്ട്. അതെ, അന്നത്തെ കുട്ടികൾക്ക് ഇതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതെ, അപ്പോൾ ആ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് റിസോഴ്സസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സാർ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കറിയാനുള്ള മറ്റു കാര്യങ്ങൾ, ഏതാണ്ട് 35ഓളം വർഷമാണ് സാറ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, CGL പോസ്റ്റുകാരോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒത്തിരി അലവൻസുകൾ, സാലറിയുടെ കൂടെ തന്നെ ഒത്തിരി അലവൻസുകൾ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അലവൻസുകൾ നമുക്ക് കിട്ടുന്നത്, ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് കിട്ടുന്നത്, അല്ലെങ്കിൽ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന അലവൻസ് എന്തൊക്കെയായിരുന്നു? കൃത്യമായി 6 മാസം കൂടുമ്പോൾ ഡിയർനെസ് അലവൻസ് കിട്ടാറുണ്ട്. 3%, 4% ഒക്കെയാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഹൗസ് റെൻ്റ് അലവൻസ്, വീട്ടുവാടക അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻ. അത് 4 വർഷം കൂടുന്ന ഒരു ബ്ലോക്ക് ഇയറിന് എടുത്ത് അതിൽ ഒരു പ്രാവശ്യം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനുള്ളതും, അല്ലെങ്കിൽ ഈ 4 വർഷവും ഹോം ടൗൺ ആയിട്ട് അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള
കൺസെഷൻസും തരുമായിരുന്നു. ഓക്കെ, അപ്പൊ യാത്രാപ്രിയർക്ക് ഉള്ള ഒരു സന്തോഷ വാർത്തയാണല്ലേ സാറേ അത്? തീർച്ചയായിട്ടും. അതായത് 4 വർഷത്തിൽ ഒരിക്കൽ ഓൾ ഇന്ത്യ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിത്ത് ഫാമിലി അല്ലേ? ഫാമിലി, ഓൾ ഇന്ത്യ വിത്ത് ഫാമിലി നിങ്ങൾക്ക് സഞ്ചരിക്കാം. അതിനുള്ള ട്രാവൽ അലവൻസും ഉണ്ട്. അതുപോലെ തന്നെ അത് ലീവ് സറണ്ടർ ചെയ്യാം. കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ലീവ് സറണ്ടർ എന്ന ആനുകൂല്യം ഈ LTCക്ക് മാത്രം കിട്ടും. ലീവ് സറണ്ടർ ചെയ്യാനുള്ളത്. ലീവ് സറണ്ടറിങ് കൂടി അത് ആ ഒരു കിട്ടുന്ന ആനുകൂല്യം വെച്ച് നമുക്കത് മേക്കപ്പ് ചെയ്യാം ഉണ്ടാകുന്ന ചെലവുകൾ. ഓക്കെ. പിന്നെ എത്രത്തോളം ആയിരുന്നു പ്രൊമോഷൻ സാധ്യതകളൊക്കെ കരിയറിൽ ഉടനീളം? എത്രത്തോളം പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നല്ല പ്രൊമോഷൻ സാധ്യതകളുണ്ട്. കാരണം ഒരു സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് 3 വർഷം കഴിയുമ്പോൾ പ്രൊമോഷൻ പരീക്ഷ എഴുതാം. ഓക്കെ. പഴയ സബോർഡിനേറ്റ് അക്കൗണ്ട്സ് സർവീസ്മെന്റ് SAS ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ പിന്നെയാണ് ഇപ്പോൾ SOG സെക്ഷൻ ഓഫീസർ ഗ്രേഡ് എക്സാം. ഓക്കെ. അത് 3 വർഷം കഴിഞ്ഞ് രണ്ട് ടേമായിട്ട് അത് പാസ്സാകാം. ഓക്കെ. ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡും ഉണ്ട്. അത് ഈ പരീക്ഷ പാസ്സായാൽ ആദ്യമൊക്കെ നല്ല വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ വെയിറ്റിംഗ് ലിസ്റ്റും ഇല്ല. പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടും. പിന്നെ അത് ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ. ആ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഗസറ്റഡ്. അപ്പോൾ സുഖമായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് 5 വർഷം കൊണ്ട് തന്നെ ഗസറ്റഡ് പോസ്റ്റിലെത്താം. ഓക്കെ. തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാറ് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് പോസ്റ്റിലായിരുന്നു? ഞാൻ അന്ന് SSLC ബേസ്ഡ് ആയിരുന്നു എൻ്റെ എക്സാം. അത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലാണ് ഞാൻ പ്രവേശിച്ചത്. ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ആ ഒരു പോസ്റ്റിൽ നിന്നാണ്. പിന്നെ 2 പ്രൊമോഷൻ, മിനിമം 3 പ്രൊമോഷൻ ഗ്യാരണ്ടീഡ് ആണ്. എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും 3 പ്രൊമോഷൻ മിനിമം ഗ്യാരണ്ടീഡ് ആണ് കരിയറിൽ. ഓക്കെ. ഞാൻ റിട്ടയർ ചെയ്യുന്നത് അസിസ്റ്റന്റ് സൂപ്പർവൈസർ. ഓക്കെ. ആദ്യം ക്ലർക്ക് ടൈപ്പിസ്റ്റ്, പിന്നെ അക്കൗണ്ടന്റ്, പിന്നെ അത് സീനിയർ അക്കൗണ്ടന്റായി, പിന്നെ അസിസ്റ്റന്റ് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ചെയ്യും. ഓക്കെ. അങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സാലറി അലവൻസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കൗതുകപൂർവ്വം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എത്രത്തോളമാണ് ലീവ് അല്ലേ? നമ്മളൊരു പ്രൈവറ്റ് ഫേമിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് സെക്ടറിൽ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു കാര്യമാണ്, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലീവുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സാറിന് എത്രത്തോളമാണ് ഏകദേശം ഒരു കൊല്ലം ലീവുള്ളത്? എന്തെല്ലാം തരത്തിലുള്ള ലീവുകളാണുള്ളത്? കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളെല്ലാം 5 ഡേ വീക്ക് ആയതുകൊണ്ട് എല്ലാ ശനിയാഴ്ച ഞായറും ദിവസങ്ങളിൽ നമുക്ക് ലീവ് കിട്ടാറ്. അതെ. സെക്കൻഡ് സാറ്റർഡേൻ്റെ പ്രശ്നമൊന്നുമില്ല. സെക്കൻഡ് സാറ്റർഡേയുടെ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ 30 ദിവസത്തെ ഏൺ ലീവ് എന്നുണ്ട്. ഓക്കെ. അതുപോലെ 10 ദിവസം കമ്മ്യൂട്ടർ ലീവ്, അസുഖം ബാധിച്ചാൽ അത് കമ്മ്യൂട്ട് ചെയ്തെടുക്കാം ഫുൾ സാലറി വെച്ചിട്ട്. ഓക്കെ. പിന്നെ സ്ത്രീ ജീവനക്കാർക്കാണെങ്കിൽ കുട്ടികൾ 18 വയസ്സാകുന്നവരെ ഇതിനുള്ളിൽ അവർക്ക് 2 വർഷത്തോളം ലീവ് എടുക്കാൻ പറ്റും. അതെ. ചൈൽഡ് കെയർ ലീവ് CCL എന്ന് പറയും. ഓക്കെ. കുട്ടിയുടെ പിതാവിന് 15 ദിവസത്തെ പാരന്റ് ലീവ് അതും കിട്ടും. ഓക്കെ. അതൊക്കെ തന്നെയാണ് കാര്യമായിട്ട്. സോ ഇത്രയധികം ലീവുകളാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ കാത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഏജിസ് ഓഫീസിൽ നിന്നായിരുന്നു സാറ് റിട്ടയർ ആയത് എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഇനീഷ്യൽ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ആക്ച്വലി തിരുവനന്തപുരത്തായിരുന്നു. എത്രത്തോളം വർഷം ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്? 9 വർഷത്തോളം തിരുവനന്തപുരത്തായിരുന്നു. 86 മുതൽ 95 വരെ തിരുവനന്തപുരത്തായിരുന്നു. ഓക്കെ. 95-ലാണ് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ വർക്കിൻ്റെ നേച്ചർ, അതായത് പൊതുവേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്, ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ചില ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ടെൻഷൻ പിടിച്ച ഡിപ്പാർട്ട്മെൻറ്റുകളാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഫുൾ ടൈം ഡെസ്ക് ജോബ് ആണോ? എത്രത്തോളമാണ് പ്രഷർ എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്റ്റുഡൻസിന് അറിയണം എന്നൊക്കെ ഉണ്ടാവും. എന്താണ് അതിനെ? തീർച്ചയായിട്ടും ഏജീസ് ഓഫീസിലെ ജോലിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രഷറും ഇല്ലാത്തൊരു ജോലിയാണ്. SSLC ബേസ്ഡ് ആയിരുന്നു നമ്മൾ ജോലിക്ക് കയറാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിക്ക് സുഖമായി ചെയ്യാവുന്ന ജോലിയാണ് നമ്മളെ അക്കൗണ്ട്സ് വിഭാഗത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ. അതെ. ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിലാണ് എൻ്റെ ആദ്യത്തെ നിയമനം ഉണ്ടായിരുന്നത്. 3 തരം സെക്ഷൻസാണ് ഉണ്ടായിരുന്നത്. പ്രൊവിഡൻറ്റ് ഫണ്ട് കാര്യമായിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, പെൻഷൻ വിഭാഗമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. 3 തരം. എനിക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ വളരെ സിമ്പിളായിരുന്നു. ഓക്കെ. കാൽക്കുലേഷൻ ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല, ബ്രെയിൻ ഉപയോഗിക്കേണ്ട വർക്കുകളും ഇല്ല. ഓക്കെ. അത്രയും വളരെ സിമ്പിളാണ്. ആർക്കും സുഖമായിട്ട് ജോലി ചെയ്യാവുന്ന, പ്രഷറില്ലാതെ ജോലി ചെയ്യാവുന്ന ഒരേ ഓഫീസാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഓഫീസ്. ഓക്കെ സാർ. അപ്പോൾ യാതൊരു പ്രഷറും ഇല്ല. അതെ. എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും സർവീസ് ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാറ് സ്റ്റിൽ വർക്കിംഗ് ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് എംപ്ലോയ്മെന്റ് ത്രൂ സാറ് സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൂടെ ചോദിക്കാം. സാർ ഇപ്പോൾ സ്റ്റിൽ കോഴിക്കോടാണോ വർക്ക് ചെയ്യുന്നത്? എന്താണ്? അല്ല, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. 2021 റിട്ടയർ ചെയ്തിട്ട് 22
എനിക്ക് റീ എംപ്ലോയ്മെൻ്റ് ആയിട്ട് കിട്ടി. 65 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആഫ്റ്റർ റിട്ടയർമെന്റ് അല്ലേ, പോസ്റ്റ് റിട്ടയർമെന്റ് വേണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വേണമെങ്കിൽ ഈ അസിസ്റ്റൻസ് ഗസറ്റഡ് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്ക് അന്ന് കൊടുത്തിരുന്നില്ല, ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അന്ന് എനിക്ക് കിട്ടിയ സമയത്ത് കൊടുത്തിരുന്നില്ല. അതെ കൺസൾട്ടൻ്റ് ആയിട്ട് കോൺട്രാക്ട് ബേസിൽ 5 വർഷത്തേക്ക്, 5 വയസ്സല്ല, പരമാവധി 65 വയസ്സ് വരെ. 60 വയസ്സിലാണ് റിട്ടയർമെന്റ്. 5 വർഷം വരെ നീട്ടി 65 വയസ്സിൽ റിട്ടയർ ചെയ്യണം. ഓക്കെ. സോ അത് മറ്റൊരു നമുക്ക് എപ്പോഴും അല്ലേ കേന്ദ്ര സർക്കാർ ഉദ്യോഗാർത്ഥികളോട് നമുക്ക് വീണ്ടും സന്തോഷപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ മറ്റൊരു കാര്യമാണത്. 60 വയസ്സിൽ ജോലി നിർത്തണമല്ലോ എന്നുള്ള സങ്കടമൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 65 വയസ്സ് വരെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ നാടിനെ സേവിക്കാൻ കഴിയും അല്ലേ. തീർച്ചയായിട്ടും. അപ്പം മറ്റൊരു കാര്യം ഞങ്ങൾക്ക് അറിയാനുള്ളത്, സാറിൻ്റെ ആദ്യ സാലറിയും ഏറ്റവും അവസാനം സർവീസിൻ്റെ അവസാന കാലഘട്ടത്തിൽ സാറ് വാങ്ങിയ സാലറി എത്രയാണെന്നുള്ളത് ഒന്ന് പറയാമോ ഞങ്ങൾക്ക്? എനിക്ക് അന്ന് നിയമനം കിട്ടിയത് 260 രൂപ 400 രൂപ എന്നുള്ള ബേസിക് പേ സ്കെയിലായിരുന്നു. ഓക്കെ. അന്ന് ആദ്യത്തെ ശമ്പളം എനിക്ക് കിട്ടിയത് 950 രൂപയായിരുന്നു. ഇൻഹാൻഡ് സാലറി അല്ലേ? അതെ, കയ്യിൽ കിട്ടിയ ഫസ്റ്റ് സാലറി 950 രൂപ. ഓക്കെ. പിന്നെ എല്ലാ 6 മാസം കൂടുമ്പോൾ നമുക്ക് ഡിയർനെസ് അലവൻസ് ഉണ്ടാകും, വർധനവുണ്ടാകും. ഓക്കെ. പിന്നെ എല്ലാ കൊല്ലവും ആനുവൽ ഇൻക്രിമെൻ്റ് കിട്ടും. പിന്നെ അവസാനം വാങ്ങിച്ച ശമ്പളമല്ലേ ചോദിച്ചത്, ഏകദേശം 950 നിന്ന് തുടങ്ങി ഒരു 1,20,000 രൂപയോളം അവസാന മാസ ശമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയുമാണ് ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനായാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഞങ്ങൾക്ക് അറിയാനുള്ളത്, നിലവിൽ സാറിനിപ്പോൾ സാറിൻ്റെ പെൻഷനും അതിനോടൊപ്പം നമ്മുടെ റീ എംപ്ലോയ്മെൻറ്റ് സ്കീമിലൂടെയുള്ള മോണിറ്ററി ബെനിഫിറ്റും ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. നിലവിൽ പെൻഷൻ എന്ന് പറയുന്നത് അവസാന മാസം വാങ്ങിച്ച ശമ്പളത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ എനിക്ക് അന്ന് 70,000 രൂപയായിരുന്നു ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ബേസിക് പേ ആയിട്ടിട്ടായിരുന്നത്. അപ്പോൾ 35,000 രൂപയാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. പ്ലസ് അത് അലവൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ റീ എംപ്ലോയ്മെൻ്റ് ആയിട്ട് എടുത്ത സമയത്തും ഇതേ തുക, പെൻഷൻ എത്ര കിട്ടുമോ അത്ര തന്നെ അതേ തുക തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിലല്ലേ കിട്ടുന്നത്. ഓക്കെ. ഡെയിലി ബേസിസിൽ സാറ് മേടിക്കുന്നത്. അതെ. അപ്പോൾ രണ്ടും കൂടി, അതായത് അലവൻസും പെൻഷനും കൂടി കൂട്ടിയാൽ ലാസ്റ്റ് ബേസിക് പേക്ക് തുല്യമായൊരു തുക. അപ്പോൾ അതാണ് 4 വർഷത്തോളമായി സാറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ട്, പക്ഷേ അതിപ്പോഴും സാറിന് റിട്ടയർ ആയതായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തോന്നുന്നില്ല എന്നുള്ളതാണ് അല്ലേ? റിട്ടയർ ചെയ്തതായിട്ട് ഉള്ള തോന്നലുണ്ടാവും. അങ്ങനത്തെ ഒരു തോന്നലേ സാറിന് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് LTC എന്ന് പറഞ്ഞു, LTC എന്നുള്ളൊരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സ്കീം ത്രൂ സാർ ഏതൊക്കെ സ്ഥലങ്ങളാണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്? ഡൽഹിയിൽ പല പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോയിട്ടുണ്ട്, ഉത്തരാഖണ്ഡ് പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും കുടുംബസമേതം കാണാൻ സാധിച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലും കുറേ സ്ഥലങ്ങൾ അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. സാറ് യാത്രാപ്രിയനാണോ? എന്താണ് സ്ഥിതി? തീർച്ചയായിട്ടും യാത്രാപ്രിയനാണ്. അതെ. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൂടി കേന്ദ്ര സർക്കാർ ജീവനക്കാരനായാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ കാലത്തെ CGL ആസ്പിരൻസിന് അവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, 6 മാസത്തെ ശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ 1 കൊല്ലത്തെ ശ്രമത്തിന് ശേഷം ആദ്യത്തെ CGL പരീക്ഷയ്ക്ക് ശേഷമൊക്കെ പരീക്ഷ കിട്ടിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിക്കവാറും ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, നിർത്തിപ്പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് സാറിൻ്റെ ചെറിയൊരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? 1982 ഞാൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങിയത്. നിരന്തരം ഇഷ്ടംപോലെ പരീക്ഷകൾ എഴുതി 86 ജോലിക്ക് കയറി. ഒരു പരീക്ഷകൾ കൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടും ഞാൻ തളർന്നില്ല. 4 വർഷം സ്ഥിരമായിട്ട് പരിശ്രമിച്ചു. ഈ ജോലി കിട്ടിയതിന് അനുബന്ധിച്ച് അടുത്ത് തന്നെ എനിക്ക് വേറെയും ജോലികൾ കിട്ടിയിരുന്നു. ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത്, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരാജയം ഒരു പ്രശ്നമേ അല്ല. ജോലി മാത്രമായിരിക്കണം നമ്മളെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നിങ്ങളൊരു റിസൾട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടർച്ചയായി അതിനോട് അടുപ്പിച്ച് തന്നെ വീണ്ടും ജോലികൾ ഒന്നൊന്നായിട്ട് കിട്ടുമെന്നുള്ളത് തന്നെയാണ്. സാറിൻ്റെ കഥയിൽ നിന്നും ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലേ? സാറിന് ഇതിനോട് അടുപ്പിച്ച് കിട്ടിയിട്ടുള്ള മറ്റു ജോലി ഏതായിരുന്നു? എനിക്ക് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റൻ്റായിട്ട് കിട്ടിയിരുന്നു 87. ഓക്കെ. 87 തുടർന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ജോലി കിട്ടിയത്. ഓക്കെ. അപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് തിരിച്ചു പോയില്ല മാത്രം. ഓക്കെ. അപ്പോൾ
ഇതൊരു പാഠമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ 2025 SSC പരീക്ഷകൾ ഒന്നൊന്നായിട്ട് വരാനിരിക്കുകയാണ്. അടുത്ത മാസം CGL പരീക്ഷ, തൊട്ടടുപ്പിച്ച് തന്നെ CHSL, പിന്നെ MTS പരീക്ഷ എല്ലാം ഒന്നൊന്നായിട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. വിജയം കാണുന്നതുവരെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. 1-2 പരീക്ഷകൾ പരാജയപ്പെട്ടു നിന്നിട്ട് ശ്രമം നിർത്തരുത്. അപ്പോൾ ഈ വർഷത്തെ SSC പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞങ്ങളുടെ വക ഓൾ ദ ബെസ്റ്റ്. അയ്യോ കട്ടിയില്ലേ ഒരു ചെറിയൊരു കാര്യം കൂടി. ഈ ഇരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞങ്ങൾ തമ്മിൽ മറ്റൊരു കണക്ഷൻ കൂടി ഉണ്ട്. എൻ്റെ അച്ഛനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ? ഇറ്റ് വാസ് നൈസ്. താങ്ക് യു. അപ്പോൾ നമുക്ക് മറ്റൊരു അതിഥിയുമായി മറ്റൊരു ദിവസം കാണാം. ടിൽ ദെൻ ബൈ. ഐ എം സൈനിങ് ഓഫ് എവറിബഡി. ഹാപ്പി ലേണിംഗ്, കീപ് ലേണിംഗ്, ഓൾ ദ ബെസ്റ്റ്.